എൻ്റെ ആഗ്രഹമായിരുന്നു. എൻ്റെ കൊച്ചു സാക്ഷ്യം ഇതിനകത്ത് പറയുന്നതിൽ സന്തോഷമുണ്ട്. ആമേൻ, സ്തോത്രം. എനിക്ക് എഴുതാൻ അറിയില്ല, എനിക്ക് മലയാളം കൂട്ടി വായിക്കാൻ അറിയത്തില്ല, ഞാൻ നല്ലതുപോലെ സ്കൂളിൽ പോയിട്ടില്ല. 9ാമത്തെ വയസ്സ് മുതൽ ഞാൻ ഒരു മീൻപിടുത്തക്കാരനാണ്. ആമേൻ, മീൻ പിടിക്കാൻ പോകാൻ ആരംഭിച്ചു. 9ാമത്തെ വയസ്സ് മുതൽ മീൻപിടി, എൻ്റെ ചേട്ടന്മാരും എൻ്റെ അപ്പനുമൊക്കെ മത്സ്യത്തൊഴിലാളികളാണ്. കൊച്ചിയുടെ ആമേൻ കോസ്റ്റൽ ഏരിയയിൽ ഞാനും മീൻ പിടിക്കാൻ പോകാൻ ആരംഭിച്ചു. 9ാമത്തെ വയസ്സിൽ പങ്കായം കയ്യിൽ തന്നു, വള്ളം കയ്യിൽ തന്നിട്ട് പറഞ്ഞ് മീൻ പിടിക്കാൻ പോകുക. അന്ന് മുതൽ എൻ്റെ സ്വപ്നം എന്നാണെന്നറിയാമോ? ഈ തുറയിൽ ഏറ്റവും അധികം മീൻ പിടിക്കുന്നവനായി മാറുക. എവിടെ ആഴത്തിൽ പോയി മീൻ പിടിക്കാമോ അതിൽ പ്രാഗൽഭ്യമുള്ളവനായി മാറുക. ആമൻ, മലയാളം കൂട്ടി വായിക്കാൻ അറിയില്ല. ഓടി വരുന്ന ബസ് വരുമ്പോൾ ബസിന്റെ അവൻ എഴുതിയിരിക്കുന്ന ബോർഡ് കണ്ടിട്ട് ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നവൻ ചോദിക്കും, സാർ ആ വരുന്ന ബസ് എങ്ങോട്ടാണ്? അവർ പറയുന്ന അനുസരിച്ച് ഞാൻ കയറി പോകുമായിരുന്നു. പക്ഷെ 94-ൽ ഞാൻ എൻ്റെ യേശുവിനെ കണ്ടുമുട്ടി. യേശുവിനെ കണ്ടുമുട്ടിയപ്പോൾ ഞാനൊരു വിഷൻ കണ്ടു. എൻ്റെ യേശു കർത്താവ് കാൽവരി ക്രൂസിൽ പീഡഞ്ഞ് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ഒരു കാഴ്ച. അന്നൊരു കൊച്ചാഗ്രഹം, യേശു അപ്പച്ച മരിക്കുന്നതിന് മുൻപ് ഒരാളോടെങ്കിലും എനിക്ക് യേശുവിനെ കുറിച്ച് പ്രസംഗിക്കണം. പക്ഷെ വായിക്കാൻ അറിയില്ല, എഴുതാൻ അറിയില്ല. അന്ന് ഒരാഗ്രഹമായി ദൈവം മുമ്പിൽ മുട്ടുമടക്കി. കേൾക്കണം കേട്ടോ, ഒരു ദിവസം രാത്രി എൻ്റെ ആഗ്രഹമായി ദൈവ സന്നിധിയിൽ മുട്ടുമടക്കാൻ തുടങ്ങി. എന്റെ വീടിന്റെ 2 സൈഡും തെങ്ങിൻ തോപ്പാണ്. ആ രാത്രിയിൽ ആ തെങ്ങിൻ തോപ്പിൽ മുട്ടുമടക്കി വാവിട്ട് ദൈവത്തോട് കരഞ്ഞു, ദൈവമേ, മരിക്കുന്നതിന് മുമ്പ് 5 മിനിറ്റ് എനിക്ക് യേശുവിനെ പ്രസംഗിക്കണം. അന്ന് രാത്രിയിൽ ആ പറമ്പിൽ വെച്ച് ഒരു അഭിഷേകം ഇറങ്ങി വന്നു. ഞാൻ നിൽക്കുന്നിടത്തുനിന്ന് എന്നെ തൂക്കിയെടുത്ത് അവൻ മീറ്ററുകൾക്കപ്പുറം തറയിൽ കൊണ്ടുപോയിട്ട് അന്ന് രാത്രിയിൽ ഞാൻ പ്രവചിക്കാൻ തുടങ്ങി. ആ രാത്രിയിൽ ഞാൻ അഭിഷേകത്തെ നിറയാൻ തുടങ്ങി. അന്ന് ഒരു ദൈവ ശബ്ദം ഞാൻ കേട്ടു. ഓടിച്ചെന്ന് ബൈബിൾ വായിക്കുക, ഓടിച്ചെന്ന് വേദപുസ്തകം തുറന്നു. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം കിട്ടി. അന്ന് വായിച്ചത് ഇന്ന് വരെ നിർത്തിയിട്ടില്ല. കരം ഉയർത്തി ദൈവത്തെ സ്തുതിക്കാമോ? ആമേ. ഫോർട്ട് കൊച്ചിയിൽ 97 മുതൽ ആയിരങ്ങളെ ഈ കരങ്ങൾ കൊണ്ട് സ്നാനപ്പെടുത്താൻ ദൈവം എനിക്ക് കൃപ ചെയ്തു. എന്തിനാ ഈ ദൂത് പറയുന്നു വെച്ചാൽ, ആരൊക്കെ പറയുന്നു എനിക്ക് കഴിവില്ല, എനിക്ക് മിടുക്കില്ല, യേശുവിന്റെ നാമത്തിൽ ചാടി എഴുന്നേക്ക് ദൈവമൈതലേ എന്നിട്ട് പറ, അവന്റെ അഭിഷേകം, അവന്റെ കൃപ, അവന്റെ സാന്നിധ്യം ഈ പകൽ ചലിച്ചാൽ ഞാൻ ലജ്ജിപ്പിക്കാൻ ദൈവ ലോകത്ത് പോഷത്വമായതിനെ തെരഞ്ഞെടുത്തു എന്ന് എഴുതിയതല്ല. ജീവിതത്തിൽ അനുഭവത്തിൽ ദൈവം തന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്റെ മുമ്പിൽ ഇരിക്കുന്ന അഭിഷിക്തന്മാരോട് ഇന്ന് പകൽ ആത്മാവിൻ പറയുന്നു, ഒരു കൊച്ചാഗ്രഹം നിന്റെ അകത്തുണ്ടെങ്കിൽ ചരിത്രമാക്കി ദൈവം നിന്നെ മാറ്റും.